الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين. قال الله تعالى في قرآنه الكريم: لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط. صدق الله العليم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് നിർവചനങ്ങൾ അവന് നൽകപ്പെട്ടിട്ടുണ്ട്. സ്നേഹമുള്ളവൻ, കരുണയുള്ളവൻ, ദയ ഉള്ളവൻ, സത്യത്തിൻ്റെയും നീതിയുടെയും ഒക്കെ പക്ഷം പിടിക്കുന്നവൻ, ഇതൊക്കെയാണ് മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനങ്ങൾ. മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും പ്രത്യേകതയും അതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ അതിലെ 2-ാമത്തെ ആയത്ത് നഫ്സുൽ ലവ്വാമ, ഒരു പ്രത്യേകതരം ആത്മാവിനെ, നമ്മുടെ ആത്മാവിൻ്റെ പ്രത്യേകമായ ഒരു ഭാവത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. നഫ്സുൽ ലവ്വാമ, അതായത് വിമർശിക്കുന്ന മനസ്സ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന മനസ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. തെറ്റ് കണ്ടാൽ, തിന്മ കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു മനസ്സ്. അത് സ്വന്തം ജീവിതത്തിലാകട്ടെ, നമ്മുടെ ചുറ്റുപാടുകളിൽ ആകട്ടെ. ഒരു തിന്മ കണ്ടാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അനീതി നടക്കുന്നത് കണ്ടാൽ അത് അനീതിയാണ് എന്ന് പറയാനുള്ള മനസ്സിൻ്റെ ഒരു പ്രത്യേകമായ ഭാവം. അങ്ങനെയാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത്. അതാണ് നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ കുറെ മൂല്യങ്ങൾ, കുറെ നന്മകൾ നൽകിയ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണ് നീതി എന്ന് പറയുന്നത്. അറബിയിൽ അതിന് ഖിസ്ത് എന്നാണ് പറയുക, ജസ്റ്റിസ് എന്ന് പറയും, നീതി. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ നീതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ. അല്ലാഹു ആകാശത്തെ ഉയർത്തിയിരിക്കുന്നു, നീതിയെ സ്ഥാപിച്ചിരിക്കുന്നു. മീസാൻ, മീസാൻ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം തുലാസ് എന്നാണ്, ത്രാസ് എന്നാണ്. ആ ത്രാസ് സന്തുലിതം ആയാൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ. ഒന്ന് താന്നുപോയാൽ അത് അനീതിയാണ്. മനുഷ്യർക്കിടയിൽ നീതിയുടെ സിമ്പലായിട്ട്, നീതിയുടെ പ്രതീകമായിട്ട് ത്രാസ് നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നീതിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാൻ എന്ന പദം ഉപയോഗിച്ചത്.
നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ 29ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയെ സംബന്ധിച്ച് പറയുന്നു. ഞാനിവിടെ ഓതിവച്ച ആയത്ത്, പ്രവാചകന്മാരെ അല്ലാഹു എന്തിനാണ് അയച്ചത്? ലഖദ് അർസൽനാ റുസുലനാ, തീർച്ചയായും നാം പ്രവാചകന്മാരെ അയച്ചു, ബിൽ ബയ്യിനാത്തി, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട്, വഅൻസൽനാ മഅഹുമുൽ കിതാബ, അവർക്ക് വേദഗ്രന്ഥം സമ്മാനിച്ചു, വൽ മീസാന, നീതി ത്രാസും സമ്മാനിച്ചു. എന്തിനാണ്? ലിയഖൂമൻ നാസ ബിൽ ഖിസ്ത്, ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, അവർ നീതിപൂർവം ജീവിതത്തിൽ തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി എന്ന് അല്ലാഹു പറയുന്നു. പ്രവാചകന്മാരെ അയച്ചത് നീതിയുടെ സംസ്ഥാപനം. ഒരു പ്രധാനപ്പെട്ട ആയത്ത്, 29ഓളം ആയത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു ആയത്ത്, അതിന്റെ അർത്ഥവും ഞാൻ പറയാം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക, ബിൽ ഖിസ്ത്, നീതിപൂർവം, ശുഹദാ ബിൽ ഖിസ്ത്, നീതിയുടെ സാക്ഷികളാവുക, വലൗ അലാ അൻഫുസിക്കും, അത് നിങ്ങൾക്ക് എതിരാണെങ്കിലും, അഥവാ എനിക്ക് എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിലും ഞാൻ നീതിയുടെ പക്ഷമാണ് പിടിക്കേണ്ടത്. അവിൽ വാലിദൈനി, എൻ്റെ മാതാപിതാക്കൾക്ക് അത് എതിരാണെങ്കിലും ഞാൻ നീതിയുടെ പക്ഷത്തേക്ക് മാറിയാൽ എൻ്റെ മാതാപിതാക്കൾക്ക് അത് എതിരാകും, എന്നാലും ഞാൻ നീതിയുടെ പക്ഷമാണ് പിടിക്കേണ്ടത്. അവിൽ വൽ അഖ്റബീന, അടുത്ത ബന്ധുക്കൾ, ഞാൻ നീതിയുടെ പക്ഷത്തേക്ക് മാറിയാൽ എൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് അത് എതിരാണ്, എന്നാലും നീതിയുടെ പക്ഷമാണ് പിടിക്കേണ്ടത്. ഈ യകുൻ ഗനിയൻ, അയാൾ സമ്പന്നനാണെങ്കിലും പണക്കാരനാണ്, അതുകൊണ്ട് ഞാൻ അയാളുടെ പക്ഷം പിടിക്കുന്നു, സാധ്യമല്ല. ഔ ഫഖീറൻ, അല്ലെങ്കിൽ പാവപ്പെട്ടവനായതുകൊണ്ട് അയാൾ പാവപ്പെട്ടവനല്ലേ, അതുകൊണ്ട് ഞാൻ അയാൾക്കൊപ്പം നിൽക്കുന്നു, സാധ്യമല്ല. നീതിയുടെ പക്ഷമാണ് പിടിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി, ഇതിനേക്കാൾ വിശദമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയേണ്ടതില്ല. അത് എനിക്കെതിരാണ്, എൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ്, എൻ്റെ സംഘടനാപരമായ താല്പര്യങ്ങൾക്കെതിരാണ്, വ്യക്തിപരമായ താല്പര്യങ്ങൾക്കെതിരാണ്, എൻ്റെ കുടുംബ താല്പര്യങ്ങൾക്കെതിരാണ്, എൻ്റെ നാട്ടിലുള്ള സമ്പന്നരായ ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്കെതിരാണ്, എൻ്റെ നാട്ടിലുള്ള പാവപ്പെട്ടവർ അവരുടെ താല്പര്യങ്ങൾക്കെതിരാണ്. ഏത് താല്പര്യങ്ങൾക്കെതിരാണെങ്കിലും വലാ തത്തബിഉൽ ഹവാ, നിങ്ങൾ സ്വന്തം ദേഹേച്ഛയെ പിൻപറ്റുവാൻ പാടില്ല. വല്ലാഹു ഔലാ ബിഹിമാ, ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് അല്ലാഹു ആണ്. സവിസ്തരം അല്ലാഹു പറയുന്ന കാര്യമാണ്. നീതിയുടെ പക്ഷം, നീതിയുടെ പക്ഷമാണ് സത്യവിശ്വാസികളായ നമ്മളൊക്കെയും നിൽക്കേണ്ടതും പിടിക്കേണ്ടതും നമ്മളൊക്കെയും ശബ്ദിക്കേണ്ടതും. ഒരു ചരിത്ര സംഭവം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹം പ്രവാചകനായിട്ടില്ല. പ്രവാചകൻ ആകുന്നതിന് മുമ്പ് തന്നെ മക്കയിലുള്ള തിന്മകൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു. ആ സന്ദർഭത്തിൽ മക്കയിൽ ഒരുപാട് ആളുകൾ അനീതിക്കും അക്രമത്തിനും ഇരകളാക്കപ്പെട്ടിരുന്നു. ആ സന്ദർഭത്തിൽ മക്കയിൽ രൂപപ്പെട്ട ഒരു പ്രമുഖനായ വ്യക്തിയുടെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ എന്നാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറെ ചെറുപ്പക്കാർ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ അന്ന് പ്രവാചകനാകാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തു. ആ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായി. ഒരു സഖ്യത്തിന് അവർ രൂപകൽപ്പന നടത്തി. ആ സഖ്യത്തിന്റെ പേര് ജസ്റ്റിസ് അലയൻസ് എന്നാണ്. അതിന്റെ അറബി ഹിഫ്ളുൽ ഫുളൂൽ എന്നാണ്. ഒരു സഖ്യത്തെ അവർ രൂപീകരിച്ചു, ഒരു സംഘടനയെ അവർ രൂപീകരിച്ചു. ആ സംഘടനയുടെ ലക്ഷ്യങ്ങൾ അവർ മൂന്നായി തിരിച്ചു. ഒന്നാമത്തെ ലക്ഷ്യം, അന്യായത്തിന് ഇരയായവരെ രക്ഷപ്പെടുത്തണം, ദുർബലരെ സംരക്ഷിക്കണം, അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കണം. ഇതാണ് ആ സംഘടനയുടെ ലക്ഷ്യമായിട്ട് അവർ മുന്നോട്ട് വച്ചത്. ആ സഖ്യത്തിൽ പ്രവാചകൻ പങ്കെടുത്തു. അതിൽ പ്രവാചകൻ മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ അവർക്കൊപ്പം പ്രവാചകൻ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ ആയി കഴിഞ്ഞപ്പോൾ ഈ സഖ്യത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി, എനിക്ക് ഇനിയും അതുപോലെയുള്ള ക്ഷണം കിട്ടിയാൽ ഞാൻ പോകും, അത്തരം സഖ്യങ്ങളിൽ ഞാൻ പങ്കെടുക്കും, ഞാൻ മെമ്പറാകും. അതിന്റെ അർത്ഥം എന്താണ്? നീതിയുടെ പക്ഷം പിടിക്കുക. അത് ആര് വിളിച്ചാലും ആര് ക്ഷണിച്ചാലും
സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷം പിടിക്കുക. ഇനി വേറെയും ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു സത്യവിശ്വാസിയുടെ നിലപാട് ഏത് കാലാവസ്ഥയിലും നീതിക്കൊപ്പം എന്നതാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ നിഷ്പക്ഷനാണ്, ഞാൻ അവിടെയുമില്ല, ഞാൻ ഇവിടെയുമില്ല. ഈ നിഷ്പക്ഷത എന്നത് യാഥാർത്ഥ്യമല്ല. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രണ്ടുപേർ പരസ്പരം തല്ലുകൂടുന്നു. നിങ്ങൾ നോക്കിയപ്പോൾ രണ്ടുപേരും എൻ്റെ മതത്തിൽപ്പെട്ടവനല്ല, ബഹുദൈവ ആരാധകരോ സത്യനിഷേധികളോ ആണ്. അവർ എൻ്റെ സമുദായത്തിൽപ്പെട്ടവരല്ല. രണ്ടുപേരും തല്ലുകൂടുന്നു, പരസ്പരം ആക്രമിക്കുന്നു. ഞാനാകട്ടെ കണ്ടു നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ആ രണ്ടുപേരും എൻ്റെ മതത്തിലോ എൻ്റെ സമുദായത്തിലോ ഞാൻ വിശ്വസിക്കുന്ന ആദർശത്തിലോ വിശ്വസിക്കുന്നവരല്ല. അതുകൊണ്ട് അവർ പരസ്പരം തല്ലി നശിക്കട്ടെ, ഞാൻ അങ്ങനെ തീരുമാനിക്കുക. പക്ഷേ എൻ്റെ ആ നിലപാട് ശരിയല്ലല്ലോ. എൻ്റെ നിലപാട് നിഷ്പക്ഷമാണ്. ഞാൻ അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു. ഞാൻ നിഷ്പക്ഷനാണ്, ഞാൻ അവിടെയുമില്ല, ഞാൻ ഇവിടെയുമില്ല, ഞാൻ ആരുടെയും കൂടെ നിൽക്കുന്നില്ല. ഇതൊരു സത്യവിശ്വാസിക്ക് ചേർന്ന നിലപാടല്ല. എന്തുകൊണ്ട്? ആ തല്ലുകൂടുന്നവരിൽ ഒരാളുടെ ഭാഗത്ത് നീതി ഉണ്ടാകും, അത് സത്യമാണ്. ഒരാളുടെ ഭാഗത്ത് ന്യായമുണ്ടാകും, ആ ന്യായമുള്ള ഭാഗത്ത് നിൽക്കുക എന്നതാണ് സത്യവിശ്വാസിയുടെ നിലപാട്. അപ്പോൾ ഒരു പ്രശ്നത്തെ സമീപിക്കുമ്പോൾ, ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ ആദ്യം നിഷ്പക്ഷമായ നിലപാട്, ആ പ്രശ്നത്തെ പഠിച്ചു കഴിയുമ്പോൾ നീതിയുടെ പക്ഷം. ഇതാണ് സത്യവിശ്വാസിയുടെ നിലപാട്. കാരണം ഒരു വിഷയത്തെ പഠിക്കുമ്പോൾ നിഷ്പക്ഷമായി പഠിക്കുക. ആ വിഷയത്തെ പഠിച്ചു കഴിയുമ്പോൾ അതിലേതാണ് സത്യം, ഏതാണ് നീതി, ആ നീതിയുടെ ഒപ്പം നിൽക്കുക. ഇതാണ് സത്യവിശ്വാസികളായ നമ്മളൊക്കെയും സ്വീകരിക്കേണ്ട നിലപാട്. അല്ലാതെ എപ്പോഴും ഞാൻ നിഷ്പക്ഷനാണ്, ആ നിഷ്പക്ഷത ഇസ്ലാമിലില്ല. ഉണ്ട്. എപ്പോഴാണ്? ആ പ്രശ്നത്തെ പഠിക്കുന്ന സമയത്ത്. ഒരു വിഷയത്തെ പഠിക്കുമ്പോൾ ഞാൻ നിഷ്പക്ഷനാണ്. പക്ഷെ ആ വിഷയം പഠിച്ചു കഴിയുമ്പോഴോ എനിക്ക് മനസ്സിലായി ഇന്ന ഭാഗത്ത് നീതിയുണ്ട്, ഇന്ന ഭാഗത്ത് സത്യമുണ്ട്. അവിടെ നിഷ്പക്ഷനാകാൻ സാധ്യമല്ല. അള്ളാഹു പറഞ്ഞ പോലെ അത് എനിക്കെതിരാണെങ്കിലും, എൻ്റെ കുടുംബത്തിനെതിരാണെങ്കിലും, എൻ്റെ സമുദായത്തിനെതിരാണെങ്കിലും, എൻ്റെ സംഘടനയ്ക്കെതിരാണെങ്കിലും, എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിലും നീതിയുടെ പക്ഷം ഞാൻ പിടിച്ചേ പറ്റൂ. അങ്ങനെയാകുമ്പോഴാണ് നമ്മളൊക്കെയും യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറുകയുള്ളൂ. നിങ്ങൾ ഈ കാലഘട്ടത്തിലേക്ക് വരിക. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് സാമൂഹ്യ നിരീക്ഷകർ, രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് സത്യാനന്തര കാലഘട്ടം എന്ന, പോസ്റ്റ് ട്രൂത്ത് എറ എന്ന, സത്യം മരിച്ച കാലഘട്ടം. അതേപോലെ അവർ പറയുന്ന മറ്റൊരു വാക്കെന്താ? നീതിരഹിത കാലഘട്ടം എന്നാണ്. നീതിയില്ലാത്ത കാലഘട്ടം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ, അതേപോലെ ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത്. അവിടെ സത്യത്തിന് വിലയില്ല, നീതിക്ക് വിലയില്ല. ആരുടെ ഭാഗത്താണോ നീതി അത് നോക്കി അല്ല പക്ഷം പിടിക്കുന്നത്, അല്ലെങ്കിൽ നിഷ്പക്ഷരാകുന്നത്. ഞാൻ ഒരു പക്ഷത്തിലുമില്ല. കാരണം ഇറാൻ എന്ന് പറയുന്നത് അക്രമ രാഷ്ട്രമാണ്. അവിടെയുള്ളവരൊക്കെയും ഷിയാക്കളായതുകൊണ്ട് ഞാൻ ഇറാന്റെ പക്ഷത്ത് നിൽക്കില്ല. ഇനി അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ, അവിടെയുള്ളവരൊക്കെയും ഇസ്ലാമിന്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഞാൻ അവിടെയും നിൽക്കുന്നില്ല. രണ്ടും അക്രമികളാണ്, അവർ പരസ്പരം തല്ലി മരിക്കട്ടെ എന്ന നിലപാട് ഞാൻ ഈ ഓതിവച്ച ആയത്തും ഞാൻ ഈ ഓതിവച്ച ചരിത്രവും മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് സ്വീകരിക്കാൻ സാധ്യമാണോ? ഞാൻ ഈ ഓതിവച്ച ആയത്തുകൾ, ഏതാണ്ട് 29ഓളം ആയത്തുകൾ നീതിയെ സംബന്ധിച്ച് ഖുർആനിൽ പറയുന്നു. അതുകൊണ്ട് ഞാൻ അവിടെയുമില്ല, ഞാൻ ഇവിടെയുമില്ല. ആ യുദ്ധത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ആരുടെ ഭാഗത്താണ് നീതി, ആരുടെ ഭാഗത്താണ് സത്യം. ഇറാനിൽ ഉള്ള ആളുകളുടെ ആദർശം നോക്കി നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ല. ആദർശവും മതവും നോക്കിയല്ല നീതിയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത്. നീതി ആർക്കൊപ്പം? ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണ് നീതിബോധമെന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവികമായ ഗുണമാണ് നീതിബോധമെന്നത്. നീതി മരിച്ചാൽ ലോകം മരിച്ചു.
അപ്പൊ നീതിയുടെ പക്ഷം പിടിക്കുക എന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിലപാട് സ്വീകരിക്കാതെ നമുക്ക് യഥാർത്ഥ മുഅ്മിനീങ്ങളായി മാറാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇറാന്റെ കൂടെ തന്നെയാണ്. ഇറാനിൽ ഉള്ളവർ മുസ്ലിങ്ങളല്ലേ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ പൊതുസമൂഹത്തിൽ നിന്ന് പലതരം ഉത്തരങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ ഉള്ളവർ ഷിയാക്കളാണ്. അപ്പൊ ഷിയാക്കൾ എന്താ മുസ്ലിങ്ങൾ അല്ലേ? ഒരു ചോദ്യമാണ്. പൊതുസമൂഹത്തിൽ നിന്ന് പലതരം ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഇറാനിൽ ഉള്ളത് മുസ്ലിങ്ങളല്ല, അവര് സത്യനിഷേധികളാണ് എന്ന അർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയിൽപ്പെട്ട ഇജ്മാഅോടുകൂടിയ ഒരു ഫത്വ നമുക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങൾ ഏത് കിതാബ് എടുക്കുക, അഹ്ലുസുന്ന വൽ ജമാഅ, ഷിയാക്കൾ അതിന്റെ ഓപ്പോസിറ്റായ മറ്റൊരു ഗ്രൂപ്പാണ് അഹ്ലുസുന്ന വൽ ജമാഅ, അഥവാ നമ്മളാകുന്ന സുന്നികൾ. ഈ സുന്നികളുമായി ബന്ധപ്പെട്ട ഒരുപാട് കിതാബുകളുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്. ഈ ആലിമീങ്ങൾ ഏകകണ്ഠേന ഐക്യകണ്ഠേന ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഷിയാക്കൾ മുസ്ലിങ്ങളല്ല, അവരോട് മുസ്ലിമേതര ജനസമൂഹത്തോട് പെരുമാറുന്ന പോലെയാണ് നമ്മളൊക്കെയും പെരുമാറേണ്ടത്. നമ്മുടെ നാട്ടിലെ ക്രൈസ്തവർ, നമ്മുടെ നാട്ടിലെ യഹൂദർ, നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ അവരോടൊക്കെ പെരുമാറുന്ന പോലെ അവരോട് പെരുമാറാവൂ. അവരിൽപ്പെട്ട ആരെങ്കിലും രക്തസാക്ഷികളായാൽ ഷഹീദ് എന്ന് പറഞ്ഞുകൂടാ. അവർ മുസ്ലിമേതര വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് എവിടെയെങ്കിലും ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താ? ഐക്യകണ്ഠേന പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായി പറഞ്ഞ ഒരു ഫത്വ നമുക്ക് എവിടെയും എടുത്തു കാണിക്കാൻ സാധ്യമല്ല. ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടാകും. അത് ഇസ്ലാമിൽ നിയമമല്ല. ഒറ്റപ്പെട്ടപ്പോൾ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു വർത്താനം പറഞ്ഞാൽ അത് ഇസ്ലാമിൽ നിയമമല്ല. മറിച്ച് ഇസ്ലാമിലെ നിയമം ഖുർആനാണ്, മറ്റൊന്ന് ഹദീസാണ്, അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. മൂന്നാമതൊരു സംഗതിയാണ് ഇജ്മാ. ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഐക്യകണ്ഠേന ഒറ്റക്കെട്ടായി ഇതാ ഷിയാക്കൾ മുസ്ലിങ്ങളല്ല, അതുകൊണ്ട് നിങ്ങൾ ഷിയാക്കളോട് ഇസ്ലാമേതര ജനസമൂഹത്തോട് കാണിക്കേണ്ടുന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. അഹ്ലുസുന്ന വൽ ജമാഅയുടെ കിതാബിലൊന്നും നമ്മൾ അങ്ങനെ കാണുന്നില്ല എന്ന് മാത്രമല്ല, ഷിയാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ ആരാണ് ഈ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് ഈ ഷിയാക്കൾ ഉണ്ടായത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നു. വഫാത്തായി കഴിഞ്ഞപ്പോൾ 3 ദിവസമാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് മറമാടാതെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മഹദിയുടെ വീട്ടിലിരിക്കുക. അലി റളിയല്ലാഹു അൻഹു ആ മയ്യത്തിന് കാവലിരിക്കുക. ബാക്കിയുള്ള സഹാബിമാരൊക്കെ അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കാനായിട്ട് സഖീഫ ബനു സഈദ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, പ്രധാനമായിട്ടും അലി റളിയല്ലാഹു തആല അൻഹു, അവരൊക്കെയാണ് മയ്യത്തിന് കാവൽ. ബാക്കി ഏതാനും സ്വഹാബിമാരെ അവിടെയുള്ളൂ. ബാക്കിയുള്ള പ്രഗത്ഭരായ സ്വഹാബിമാരും മറ്റുള്ള നേതാക്കന്മാരൊക്കെ സഖീഫ ബനു സഈദ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചയും പഠനവും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 3 ദിവസം അത് നീണ്ടുപോയി. എല്ലാവരും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ആരെ? നമുക്ക് എല്ലാവർക്കും അറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. അങ്ങനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു വാദം അവിടെ രംഗത്ത് വന്ന്. എന്താണ് വാദം? അലി റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയാകേണ്ടിയിരുന്നത്, അഥവാ പ്രവാചകന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ഖലീഫ ഉണ്ടാകണമായിരുന്നു. പ്രവാചകന്റെ കുടുംബത്തിൽ നിന്ന് പുറത്തുള്ള ഒരാള് ഖലീഫയാകുന്നത് ശരിയല്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ നേതാവ്, നമ്മുടെ ഖലീഫയായത് എങ്കിൽ ആ പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രവാചകന്റെ കുടുംബം, അഥവാ അഹ്ലുബൈത്ത് എന്ന് പറയും, അഹ്ലുബൈത്ത്, ആ പ്രവാചകന്റെ കുടുംബത്തിൽ നിന്നു തന്നെ ഒരാൾ അടുത്ത ഖലീഫയാകണമായിരുന്നു. അതിന് യോഗ്യൻ അലി റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അലിയെ നിങ്ങൾ ഖലീഫയാക്കാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കിയത് ശരിയല്ല എന്ന ഒരു ചെറിയ ഗ്രൂപ്പിന്റെ വാദം ശക്തിപ്പെട്ടു. അവിടെ നിന്ന് അങ്ങോട്ട് ഷിയഅത്ത് അലി, അലി പക്ഷം. ഷിയ എന്ന വാക്കിന്റെ അർത്ഥം കക്ഷി എന്നാണ്, പാർട്ടി എന്നാണ്. ഷിയഅത്ത് അലി എന്ന് പറയുമ്പോൾ അലി പക്ഷം, അലിയുടെ പക്ഷം പിടിച്ചവർ. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് വളർന്ന് വികാസം പ്രാപിച്ച മറ്റൊരു കക്ഷിയാണ് ഷിയാക്കൾ. അടിസ്ഥാനപരമായി
ഷിയാക്കൾ എന്ന് പറയുന്നവർ അവരാണ്. അലി റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയാകേണ്ടത് എന്ന് മാത്രമല്ല, ഖിലാഫത്ത് വരേണ്ടത്, ഖലീഫമാർ ആകേണ്ടത് അഹ്ലു ബൈത്തിൽ നിന്നാണ്, പ്രവാചക കുടുംബത്തിൽ നിന്നാണ്. പ്രവാചക കുടുംബത്തിൽ പെടാത്തവർക്ക് ഖലീഫമാരാകാൻ യോഗ്യതയില്ല. ആ ഒരു ചിന്താഗതിയും വിശ്വാസവും, ആ വിശ്വാസം വച്ച് പുലർത്തുന്ന ഒരു വിഭാഗമാണ് ഏത്? ഷിയാക്കൾ എന്ന് പറയുന്നവർ. ഇതാണ് അവരുടെ ഒരു വ്യതിചലനം എന്നത്. യഥാർത്ഥ ഷിയാക്കൾ അവരാണ്. പിന്നീട് ചരിത്രപരമായ കാരണങ്ങളാൽ, രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഷിയ സുന്നി എന്ന രൂപത്തിൽ അത് ശക്തി പ്രാപിച്ചു വരുന്നു. അതിന്റെ പുറകിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റും അമേരിക്കൻ സാമ്രാജ്യത്വവും ഷിയ സുന്നികളുടെ വിഭജനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് ഈ കുറുക്കന്റെ പണി എടുത്തിട്ടുണ്ട്. ഷിയാക്കൾ സുന്നികളുടെ ശത്രുക്കളാണ്, സുന്നികൾ ഷിയാക്കളുടെ ശത്രുക്കളാണ്. മുസ്ലിങ്ങൾ ഐക്യപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കുറുക്കന്റെ പണിയെടുത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റും ആ സാമ്രാജ്യത്വവും ഇപ്പോൾ നിലനിൽക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വവും ഒക്കെ, അതേപോലെ ഇസ്രായേലും ഒക്കെ ഈ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഷിയാക്കളെ ചൂണ്ടിയിട്ട് പറയും ദാ നിങ്ങളുടെ ശത്രുക്കളാണവർ, സുന്നികളെ ചൂണ്ടിയിട്ട് പറയും ദാ നിങ്ങളുടെ ശത്രുക്കളാണവർ. അങ്ങനെ പരസ്പര വൈരാഗ്യം, പരസ്പര വിദ്വേഷത്തെ ആളിക്കത്തിക്കുവാൻ പരമാവധി ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഷിയാക്കൾക്കിടയിലോ സുന്നികൾക്കിടയിലോ വ്യത്യാസങ്ങളില്ല. ചില വ്യത്യാസങ്ങൾ തീവ്രമായ ഗ്രൂപ്പുകൾ ഉന്നയിക്കുന്നുണ്ട്. ഷിയ ഉലമാക്കൾ, ഷിയ പണ്ഡിതന്മാർ അവരുടെ ചില ഗ്രന്ഥങ്ങളിൽ നിന്ന് ചില ഉദ്ധരണികൾ നിങ്ങളെ കേൾപ്പിക്കാം. 923 കാലഘട്ടം, അതേപോലെ 991 മരണപ്പെട്ട 923 മുതൽ 991 ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ പ്രഗത്ഭനായ ഒരു ഷിഈ പണ്ഡിതൻ ഷെയ്ഖ് അൽ സദൂഖ്, അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഇഅ്തിഖാദ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഒരു അധ്യായമുണ്ട്, ബാബുൽ ഇഅ്തിഖാദ ഫി സ്വഹാബ, സ്വഹാബിമാരെ സംബന്ധിച്ച് പറയുന്ന ഒരു അധ്യായം. ആ അധ്യായത്തിൽ ഈ ഷിഈ പണ്ഡിതൻ അദ്ദേഹം പറയുന്നു, അന്നഹും കാനു മുഅ്മിനീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരൊക്കെ മുഅ്മിനീങ്ങളാണ്, അവരെ ആക്ഷേപിക്കാൻ പാടില്ല. ഇവിടെ ഒരു പൊതുസമൂഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു വർത്തമാനമുണ്ട്, ഷിയാക്കൾ സ്വഹാബിമാരെ ആക്ഷേപിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്നു, അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്നു. അതേപോലെ ഇവർക്ക് ഷിയാക്കൾക്ക് എങ്ങാനും അധികാരം കിട്ടിയാൽ അവർ അവിടെ ചെന്നിട്ട് റൗള ഷരീഫിൽ ചെന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കിടക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറൊക്കെ മാന്തിയെടുത്ത് അവിടുന്ന് മാറ്റിക്കളയും. അങ്ങനെ പൊതുസമൂഹത്തിൽ ഒരു വർത്തമാനം നടക്കുന്നുണ്ട്. അതിന്റെ ഉത്തരവാണ് ഈ പറയുന്നത്. ഒരു ഷിഈ പണ്ഡിതൻ അഥവാ 923 മുതൽ 991 വരെ ജീവിച്ചിരുന്ന ഷിഈ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു അധ്യായത്തിന്റെ പേര് സ്വഹാബിമാരെ സംബന്ധിച്ചുള്ള അധ്യായം എന്നാണ്. ആ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് സ്വഹാബിമാർക്ക് തെറ്റുപറ്റാം, പക്ഷെ അന്നഹും കാനു മുഅ്മിനീൻ, അവരെ സംബന്ധിച്ച് കാഫിരീങ്ങൾ എന്ന് പറയാൻ പാടില്ല. അവർക്ക് അബദ്ധങ്ങൾ പറ്റാൻ മനുഷ്യരാണ്, തെറ്റുപറ്റിയവർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കാഫിരീങ്ങൾ അഥവാ അവരുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുള്ള, അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് ഷിഈ പണ്ഡിതൻ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇനി വേറെ ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ 948 1022 ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഷെയ്ഖ് അൽ ദൂഫ് എന്ന് പറയുന്ന മറ്റൊരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ തസ്ഹീഹുൽ ഇഅ്തിഖാദ് എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹവും അടിവരയിട്ട് പറയുന്നു, സ്വഹാബിമാർക്ക് അബദ്ധങ്ങൾ പറ്റാം, തെറ്റുപറ്റാം, പക്ഷേ സ്വഹാബിമാരെ സംബന്ധിച്ച് കാഫിറുകൾ, മോശപ്പെട്ടവർ എന്ന് പറയാനേ പാടില്ല. അപ്പൊ ഷിയാക്കളുടെ പൊതുവായ വിശ്വാസമാണിത്. ഇനി മറ്റൊരു പണ്ഡിതൻ ഇറാഖിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന 1930 ജനിച്ച് ഇപ്പോഴും അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്നതാണ് എൻ്റെ അറിവ്, വാർത്തകളിൽ കണ്ടിട്ടില്ല. അപ്പോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആധുനികരിൽ ഏറ്റവും പ്രഗത്ഭനായ ഷിഈ പണ്ഡിതൻ അലി അൽ സിസ്താനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ
ഫത്താവ അഥവാ അദ്ദേഹത്തിന്റെ ഫത്വകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് പരതാം. ഓഫീസ് സയ്യിദ് സിസ്താനി, ഇതാണ് വെബ്സൈറ്റിന്റെ അഡ്രസ്. നിങ്ങളുടെ കൈവശം മൊബൈൽ ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് നോക്കാം. അതിൽ അദ്ദേഹത്തിന്റെ ഫത്വകൾ കൊടുത്തിട്ടുണ്ട്. ഫത്താവ സയ്യിദ് സിസ്താനി, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഇറാഖിലെ വളരെ പ്രഗത്ഭനായ ശിഈ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ഫത്വകൾ ആ വെബ്സൈറ്റിൽ കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നു, ഒന്നാമതായി അദ്ദേഹം പറയുന്നത് സുന്നികളും ഷിയാക്കളും സഹോദരങ്ങളാണ്. ധീരമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, സുന്നികളും ഷിയാക്കളും സഹോദരങ്ങളാണ്, നമ്മൾ പരസ്പരം തല്ലുകൂടരുത്. രണ്ടാമതായി പറയുന്നു, മുസ്ലിം ഐക്യം അനിവാര്യമാണ്. ആരാണ് ഈ പറയുന്നത്? ഷിയാക്കൾ മുസ്ലിങ്ങളല്ല എന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നവർക്കെതിരെ ഷിയാക്കൾ വളരെ മാന്യമായിട്ട് പ്രതികരിക്കുന്നു. ഷിയാക്കൾ പറയുന്നത്, അഥവാ ഷിഈ പണ്ഡിതൻ പറയുന്നത്, മുസ്ലിം ഐക്യം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. സുന്നികൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. അതിന്റെ താഴെ വീണ്ടും വിശുദ്ധരായ വ്യക്തിത്വങ്ങളെ അഥവാ സ്വഹാബിമാരെ നമ്മൾ ഒരിക്കലും ആക്ഷേപിക്കരുത്. ഇതാരാ പറയുന്നത്? ഷിഈ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സിസ്താനി റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങൾക്ക് വെബ്സൈറ്റ് പരതാം. ഇത് വിജ്ഞാനം വിരൽ തുമ്പിലാണ്. എൻ്റെ കയ്യിൽ അതിന്റെ അഡ്രസ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറാം. ഫത്താവ സിസ്താനി എന്ന പേരിൽ ഇംഗ്ലീഷിൽ കാണാം, അറബിയിൽ കാണാം. അദ്ദേഹത്തിന്റെ ഫത്വയാണിത്. മുസ്ലിം ലോകത്തോടുള്ള മതവിധി. ഫത്വ എന്ന് പറഞ്ഞാൽ മതവിധി. ഇനി അതിന്റെ താഴെ ഇപ്പോഴും നമ്മൾ ജീവിച്ചിരുന്ന ഇപ്പൊ ഈ അടുത്ത കാലത്ത് അമേരിക്ക ബോംബിട്ടപ്പോ മരണപ്പെട്ട ഇറാനിലെ പരമോന്നത നേതാവ് അലി ഖാംനൈ അദ്ദേഹം 2010 അദ്ദേഹം നടത്തിയ ഫത്വകളുണ്ട്. ചോദ്യോത്തര വേളയിൽ അഥവാ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, അങ്ങനെ ചോദ്യോത്തര വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നടക്കുന്ന ഒരു ആയിഷ ബീവിയെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നത്, പ്രവാചകന്റെ ഭാര്യമാരെ ഷിയാക്കൾ ആക്ഷേപിക്കുന്നു. പ്രവാചകന്റെ ഭാര്യയായ അത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വ്യഭിചരിച്ചു എന്നുവരെ നമുക്കങ്ങനെ പറയാൻ ഒരു പ്രയാസമുണ്ടെങ്കിലും ഒരു വാദം നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ നടക്കുക, അങ്ങനെ വരെ ഷിയാക്കൾ പറയുന്നു എന്ന ഒരു വാദം പൊതുസമൂഹത്തിലുണ്ട്. ഇതാ ഇവിടെ അലി ഖാംനൈയോട് 2010 ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ സദസ്സിൽ നിന്ന് ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഖാംനൈ പറഞ്ഞു, ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ സംബന്ധിച്ച് മോശമായത് പറയരുത്. അങ്ങനെ പറയുന്നവർ മുസ്ലിങ്ങളായിട്ട് ഗണിക്കാൻ കഴിയില്ല. പ്രവാചകന്റെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. ഇതും വെബ്സൈറ്റിലുണ്ട്. ഓഫീസ് സയ്യിദ് എന്താണ് ഈ ഖമനായി, ആ വെബ്സൈറ്റ് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഫത്വകൾ കാണാൻ കഴിയും. അപ്പോ ആധുനികരായ ഷിഈ പണ്ഡിതന്മാർ, പിന്നെ പ്രാമാണികരായ പഴയ കാലഘട്ടത്തിലെ ഷിഈ പണ്ഡിതന്മാർ, അവരുടെ നാവിൽ നിന്ന് മുസ്ലിങ്ങൾ അഥവാ സുന്നി ഷിയ വിഭജനം, അല്ലെങ്കിൽ സുന്നികൾ കാഫിരീങ്ങൾ, ഷിയാക്കളായ ഞങ്ങൾ മാത്രമാണ് നല്ലവർ, പ്രവാചകന്റെ സ്വഹാബിമാര് മോശപ്പെട്ടവർ എന്ന അർത്ഥത്തിലുള്ള ഒരു ഫത്വയും വന്നിട്ടില്ല. പക്ഷേ വന്നിട്ടുണ്ട്. അതുകൂടി ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരും. അതെങ്ങനെ? നമ്മൾ ഷിയാക്കളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് ഇന്ന് ഇറാനിൽ 3 തരം ഷിയാക്കൾ ഉണ്ട്. അത് ഇറാനിൽ മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രധാനമായും 3 തരം ഷിയാക്കളുണ്ട്. ഒന്ന് ഇസ്ന അശരീയ വിഭാഗം, 2 ഇസ്മാഈലി വിഭാഗം, 3 സൈദി വിഭാഗം. അഹ്ലുസുന്ന വൽ ജമാഅ, നമ്മൾക്കിടയിൽ ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, സലഫിസം, അതുപോലെ ഒരുപാട് വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സുന്നികൾക്കിടയിൽ തന്നെ അവാന്തര വിഭാഗങ്ങൾ വേറെയുമുണ്ട്. പലതരത്തിലുള്ള അവാന്തര വിഭാഗങ്ങളായിട്ട് അഹ്ലുസുന്ന വൽ ജമാഅ വിഘടിച്ചു പോയതുപോലെ അഹ്ലു ഷിയ വൽ ജമാഅയും വിഘടിച്ചു പോയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 3 വിഭാഗം, ഒന്ന് ഇസ്നാ അശരിയ. ഇന്ന് ഇറാനിൽ 90% ഇസ്നാ അശരിയ വിഭാഗമാണ്. രണ്ടാമത്തെ ഇസ്മായിലി വിഭാഗം, അത് ഇറാനിൽ ന്യൂനപക്ഷമാണ്, മൈനോരിറ്റിയാണ്. മറ്റൊന്ന് സൈദി വിഭാഗം, അത് ഇറാനിൽ വളരെ വളരെ മൈനോരിറ്റിയാണ്. ഈ 3 വിഭാഗങ്ങളാണ് ഷിയാക്കൾ. ഇതിൽ ഇസ്ന അശരിയ വിഭാഗം,
ആ ഇസ്ന അശരിയ വിഭാഗത്തിൽ നിന്ന് വേറിട്ട് പോയ ഒരു തീവ്രമായ ഗ്രൂപ്പുണ്ട്. വളരെ എക്സ്ട്രീമായ ഒരു ഗ്രൂപ്പാണത്. ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഈ പ്രവാചകന്റെ ഭാര്യമാര്, മോശപ്പെട്ടവര്, ഖലീഫമാര്, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതാണ് സ്വഹാബിമാരുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് ചെല്ലണം എന്നൊക്കെ അഭിപ്രായമുള്ളത്, വളരെ എക്സ്ട്രീമായ, വളരെ തീവ്രമായി ചിന്തിക്കുന്ന ഗുലാത്ത് എന്നാണ് അവരെ സംബന്ധിച്ച് പൊതുവായിട്ട് പറയുക. ഗുലാത്ത് എന്ന വാക്കിന്റെ അർത്ഥം അതിർത്തി വിട്ടവര്, പരിധി വിട്ടവര്. ഇങ്ങനെ പരിധി വിട്ട ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് ഇങ്ങനെ പറയുന്നത്. ആ വിഭാഗത്തിന് മറ്റൊരു വാദം കൂടിയുണ്ട്. വളരെ രസകരമായ വാദമാണ്. എന്താണ് വാദം? ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന് ആള് മാറിപ്പോയിട്ടിട്ട് പ്രവാചകൻ ആകേണ്ടിയിരുന്നത് അലി റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അത് ആള് മാറിയിട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതാണ്. ഇങ്ങനെ വളരെ വിചിത്രമായ ഒരു വാദവും അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത് എക്സ്ട്രീം ഗ്രൂപ്പുകളാണ്. അഥവാ ഇസ്ന അശരിയ എന്ന ഗ്രൂപ്പിൽ നിന്ന് വേറിട്ട് പോയ ഒരു തീവ്ര ലൈൻ സ്വീകരിച്ച ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഷിയാക്കളും ഉത്തരവാദികളാണോ? ഏതുപോലെ നമ്മുടെ നാട്ടിൽ അഹ്ലുസുന്ന വൽ ജമാഅ അതിൽപ്പെട്ട ഒരു വിഭാഗം മടവൂർ ശൈഖിനെ ആരാധിക്കുന്നുണ്ട്. മുദബ്ബിറുൽ ആലമായിട്ട്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിട്ട് വരെ, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന വ്യക്തിയായിട്ട് വരെ ഈ പറയുന്ന മടവൂർ ശൈഖിനെ കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, കബറ് കെട്ടിപ്പൊക്കി ആരാധിക്കുന്നുണ്ട്. ഒരുപാട് ശിർക്കൻ ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ സുന്നികൾ അഥവാ നമ്മളിൽപ്പെട്ട അഹ്ലുസുന്ന വൽ ജമാഅ നമ്മളിൽപ്പെട്ട ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്ന് കരുതി എല്ലാ സുന്നികളും എല്ലാ അഹ്ലുസുന്ന വൽ ജമാഅത്തുകാരും അങ്ങനെയാണോ? ഒരാൾ പ്രസംഗിക്കുകയാണ്, സങ്കല്പിക്കുക കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന കുടകിലുള്ള അഹ്ലുസുന്ന വൽ ജമാഅത്തിൽപ്പെട്ട എല്ലാവരും ഖബർ പൂജകരാണ്, അതുകൊണ്ട് അവർ മുസ്ലിങ്ങളല്ല. എല്ലാവരും മടവൂർ ശൈഖിനെ ആരാധിക്കുന്നവരാണ്, അതുകൊണ്ട് അവർ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഈ കുടക് നിവാസികളായ നിങ്ങൾ എന്ത് പറയും? അല്ല, അത് തെറ്റായ പ്രചാരണമാണ്. അങ്ങനെയല്ലാത്ത യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅയിൽപ്പെട്ടവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ അങ്ങനെ പറയില്ലേ? ഇതുപോലെ വളരെ എക്സ്ട്രീമായ ഒരു ഗ്രൂപ്പ്, ഒരു ഷിയ തീവ്രവാദ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഷിയാക്കളും ഉത്തരവാദികളല്ല. അതുകൊണ്ട് അതിനെ തലതിരിച്ച് മനസ്സിലാക്കാതെ നേർക്ക് നേരെ നമ്മൾ ഇറാനെ കുറിച്ച് പഠിക്കുക. ഷിയാക്കൾക്ക് അന്ധവിശ്വാസങ്ങളുണ്ട്. നമ്മൾ ഷിയാക്കളെ വെള്ളപൂശി സംസാരിക്കുകയല്ല. ഷിയാക്കളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ശിർക്കൻ സമ്പ്രദായങ്ങളും അവർക്കുണ്ട്. ഏതുപോലെ അഹ്ലുസുന്നയിലില്ലേ? മുസ്ലിം അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ എത്ര അന്ധവിശ്വാസങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്. ഇതേപോലെ അവരിലും അന്ധവിശ്വാസ അനാചാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവര് മുസ്ലിങ്ങളായിട്ട് തന്നെ അവരെയും ഗണിക്കേണ്ടതാണ്. അപ്പൊ മുസ്ലിം അല്ല, ഈ തെറ്റിദ്ധാരണയുണ്ട്, അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്നൊക്കെയുള്ള പൊതുവായ ഭാഷണങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലായപ്പോൾ ധാരാളം ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്. അപ്പൊ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചവർ തെറ്റും കുറ്റമൊക്കെ കാണുമ്പോൾ ആദ്യം ഇസ്ലാം സ്വീകരിച്ചവർ ഇങ്ങനെ പറയാൻ തുടങ്ങി, അവര് മുസ്ലിം അല്ല, ശരിക്കും അവർ കാഫിറോ അല്ലെങ്കിൽ മുനാഫിക്കോ ഒക്കെയാണ്. അപ്പൊ നവ മുസ്ലിങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച ആ ആളുകളിൽ തെറ്റും കുറ്റവും കാണുമ്പോൾ ഇങ്ങനെ മുസ്ലിം അല്ല എന്ന് പറയാൻ തുടങ്ങിയപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നമ്മുടെ ഖിബ്ലയായി ആര് സ്വീകരിച്ചോ, നമ്മൾ നമസ്കരിക്കുന്ന പോലെ ആര് നമസ്കരിച്ചോ, നമ്മൾ അറുത്ത അങ്ങനെ ഹലാലായ ഭക്ഷണം ആര് കഴിച്ചോ, ദാലിക്കൽ മുസ്ലിം, അവരൊക്കെ മുസ്ലിങ്ങളാണ്. അവരെ കുറിച്ചിട്ട് കാഫിർ മുനാഫിഖ് എന്നൊക്കെ വിധി പറയാൻ നമുക്ക് അധികാരമില്ല. വിധി പറയേണ്ടത് പടച്ചവൻ, അത് പരലോകത്ത്. ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, നമുക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങൾക്ക് നാളെ പടച്ചവൻ വിധി പറയും. ഇവിടെ കാഫിറാക്കാനോ മുനാഫിക്കാക്കാനോ, ഇവിടെ പുത്തൻവാദിയാക്കാനോ, ഇവിടെ ഞങ്ങൾ മാത്രമാണ് മുസ്ലിങ്ങൾ എന്ന അവകാശവാദം ഉന്നയിക്കാനോ നമുക്ക് ആർക്കും അധികാരമില്ല. നമ്മൾ മുസ്ലിമായി ജീവിക്കുക, ബാക്കി പടച്ചവൻ. നമുക്കതിന് യാതൊരു അധികാരമില്ല. ആര് മുസ്ലിമാണ്? ഈ പ്രസംഗിക്കുന്ന ഞാൻ വരെ യഥാർത്ഥ മുസ്ലിമാണോ എനിക്ക് തന്നെ അറിയില്ല. വളരെ പിടയ്ക്കുന്ന പേടിയുള്ള മനസ്സുമായിട്ടാണ് ഞാൻ പോലും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്റെ സംസാരങ്ങൾ, എന്റെ പ്രവൃത്തികൾ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ? എനിക്ക് തന്നെ അറിയില്ല. അത് സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന. അപ്പൊ ആരെയും നമ്മൾ കാഫിറാക്കേണ്ടതില്ല, ആരെയും മുസ്ലിമാക്കേണ്ടതില്ല. അതൊക്കെ പടച്ചവൻ ചെയ്യും. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ദയ്യത്തിനെ ശുദ്ധമാക്കി നമ്മൾ പഠിച്ച ദീൻ പ്രകാരം നമ്മൾ ജീവിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കാണുക, മുസ്ലിം ഐക്യത്തിന് വേണ്ടി പണിയെടുക്കുക. ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് പറയാൻ പാടില്ലാത്ത വർത്തമാനം, അമേരിക്കയെ സന്തോഷിപ്പിക്കുന്ന, ഇസ്രായേലിനെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ നാട്ടിലെ ഫാഷിസ്റ്റ് ശക്തികളെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനം പറയരുത്. അവർക്ക് സന്തോഷം കിട്ടുന്ന, അവർക്ക് ഗുണകരമായ ഒരു വാക്കല്ല പറയേണ്ടത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെയും തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധി